ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചുമര് ശ്രദ്ധിക്കൂ. ആ ചുമരിന് ഇടയിൽ ഗ്രൂവ്സ് കാണാം. അപ്പോൾ ആ ഗ്രൂവിനുള്ളിൽ എങ്ങനെയാണ് വൃത്തിയിൽ പുട്ടിയിടാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പീസ് ഗ്രൂവിൻ്റെ വലിപ്പത്തിലുള്ള ചെറിയ പീസ് മൈക്ക മാത്രം മതി. അപ്പോൾ മൈക്ക നമ്മൾ പണിയെടുക്കുന്ന സൈറ്റിൽ തന്നെ ഇൻറ്റീരിയർ വർക്കൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സംഘടിപ്പിച്ചെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പല തരത്തിലുള്ള പല ടൈപ്പിലുള്ള മൈക്ക അവർ തന്നെ കട്ട് ചെയ്തിട്ട് സൈറ്റിൽ ഉപേക്ഷിച്ച് പോകാറുണ്ട്. അത് തന്നെ കളക്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഗ്രൂ പല സൈസിലുണ്ടാവും. 1 ഇഞ്ച് ഉണ്ടാവും, 1.5 ഇഞ്ച് ഉണ്ടാവും, ചിലപ്പോൾ 2 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യം വരുമ്പോൾ നമുക്ക് ഏത് സൈസാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഗ്രൂ ഇടുമ്പോൾ ആദ്യം 2 സൈഡ് ഗ്രൂവിൻ്റെ 3 സൈഡ് ഉണ്ടാവും. ഒന്ന് സെൻറ്റർ പോർഷൻ, പിന്നെ മുകളിൽ താഴലും. അപ്പോൾ ആദ്യമായിട്ട് 2 സൈഡ് വലിയ ബ്ലേഡിൽ തന്നെ നമ്മൾ പൊട്ടിയിരുന്ന ബ്ലേഡിൽ തന്നെ വലുതിനെ കൊണ്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കോരുന്ന ബ്ലേഡിനെ കൊണ്ട് 2 സൈഡ് നല്ല രീതിയിൽ ഇടാം. എന്നിട്ട് ലൈന് വലിക്കുക. അതുപോലെ മോൾ ഭാഗവും അതുപോലെ തന്നെ ചെയ്യുക. അപ്പം തന്നെ സെൻട്രൽ പോർഷനിലേക്ക് അത്യാവശ്യം പൊട്ടി ലോഡാവും. അതിന് ശേഷം മൈക്ക വെച്ചിട്ട് ആ ഒരു സെൻട്രൽ പോർഷനിൽ അത്യാവശ്യം നല്ല തിക്കിൽ തന്നെ പൊട്ടിയെടുക്കുക. നല്ല കോട്ടിങ്ങിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ മൈക്ക വെച്ചിട്ട് അത് 1 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 1 ഇഞ്ചിൻ്റെ ലെവലുള്ള മൈക്ക കട്ട് ചെയ്തിട്ടുള്ള പീസ് കൊണ്ട് ഇടുക. 2 ഇഞ്ചിൻ്റെ ആണെങ്കിൽ അത് നിങ്ങളെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ മൈക്കനെ കൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ തിക്കിൽ വലിക്കുക. അതിന് ശേഷം ഇപ്പോൾ ഒരു 3-4 ഗ്രൂ ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഗ്രൂ ഇട്ടിട്ട് 2 സൈഡ് ലെവലാക്കി വെക്കുക. അതിന് ശേഷം നടുക്ക് നല്ല വൃത്തിക്ക് തന്നെ മൈക്കനെ കൊണ്ട് ഇട്ട് വെക്കുക. അപ്പോൾ ചെറിയ ഗ്യാപ്പ് ചിലപ്പോൾ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ചിലപ്പോൾ വരും. അത് കുറച്ച് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. അടുത്ത ഗ്രൂ ഇടുക. അല്ലെങ്കിൽ 3 ഗ്രൂ ഇട്ടതിന് ശേഷം ആ ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വിരലിനെ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ നല്ല സ്ക്വയർ ടൈപ്പിൽ തന്നെ ചുമരിൽ നമ്മൾ പൊട്ടിയിട്ട് പിഞ്ചാക്കുന്ന പോലെ തന്നെ ഗ്രൂവിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയിൽ തന്നെ കിട്ടുന്നതാണ്. പലരും ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂവിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ ബ്രഷിൽ പുട്ടി കലക്കി അടിക്കാറാണ് പതിവ്, അല്ലെങ്കിൽ വിരലിൽ പുട്ടിയിട്ടിട്ട് വലിക്കാറാണ് പതിവ്. പക്ഷേ അതിൽ നമ്മൾ ചുമരിൽ പുട്ടിയിടുന്ന പോലെ തന്നെ ഒരു ഫിനിഷിങ് ഉണ്ടാവാറില്ല. അപ്പോൾ നല്ല രീതിയിൽ ഫിനിഷിങ്ങോട് കൂടി നല്ല വൃത്തിയിൽ